എന്ത് തേങ്ങന്മാരെ നിങ്ങൾക്ക് പരിപാടി ഒന്നുമില്ല, നമുക്ക് പരിപാടിക്ക് പോകണ്ടേ? പരിപാടിക്കൊക്കെ നമുക്ക് പോവാം. അതിന്റെ മുന്നേ വേറൊരു പരിപാടി ഉണ്ട്. കുട്ടിയുടെ ഇങ്ങോട്ട് വരി, ഇതൊന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ ചെറിച്ച് മലങ്ങും. അതിപ്പോ എന്താ ചെറിച്ച് മലങ്ങാല പരിപാടി? ഞാനൊന്ന് കാണട്ടെ. കുട്ടിയുടെ അത് നോക്കിയേക്ക്. ഭണ്ഡാരത്തിലേക്ക് വീണ ഐഫോണ് അമ്പല കമ്മിറ്റി തിരിച്ചു കൊടുക്കൂലെന്ന്. അതെന്ത് വർത്താനം റൈമ്പായി പറയണേ? അമ്പലത്തിലേക്ക് വഴിപാട് കൊടുത്ത സാധനം തിരിച്ചു കിട്ടുമോ? അത് ചോദിക്കാൻ പാടുണ്ടോ? ആ ചെങ്ങായി ഏതാ? അതിന് കുട്ടിയുടെ വഴിപാട് കൊടുത്തതല്ല, അറിയാതെ കൈ കെട്ടിയിട്ട് ഈ പണ്ടാരം വീണതാണ്. പിന്നെ ലാസ്റ്റ് അവിടെ കച്ചറയായപ്പോൾ ലാസ്റ്റ് കമ്മിറ്റിക്കാർ പറഞ്ഞു ഫോണ് തരാൻ പറ്റൂല, സിമ്മ് തരാമെന്ന്. ആ അതെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. അല്ല കുട്ടേട്ടാ, ഈ ഫോണിന്റെ കൂടെയാണ് ഈ സിമ്മ് വീണിക്കുന്നത്. അപ്പൊ പിന്നെ ഇവര് ഈ ഫോൺ കൊടുക്കാതെ സിമ്മ് മാത്രം എങ്ങനെ കൊടുക്കാം? അപ്പൊ ഈ സിമ്മ് എന്താ ദൈവത്തിന് അവകാശപ്പെട്ടല്ലേ? ഫോൺ അവകാശപ്പെടാണെങ്കിൽ സിമ്മ് അവകാശപ്പെടില്ലേ? അല്ല അതൊക്കെ പോട്ടെ, ഈ സിമ്മ് കിട്ടാതെ ഈ ഫോണ് മാത്രം ദൈവത്തിന് കിട്ടിയിട്ട് ദൈവം എന്ത് ചെയ്യാനാണ്? നമ്മക്കിപ്പോ ഈ ദൈവത്തിന് വിളിക്കുന്നത് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് നമ്പർക്ക് വിളിക്കുക? കുട്ടേട്ടാ, അതിനൊക്കെ ഞങ്ങളെ പള്ളിക്കത്തെ പിരിവ്. ജുമ ഇങ്ങനെ നടക്കുമ്പോഴേ ബക്കറ്റ് ഇങ്ങനെ വന്നും കൊണ്ടുക്കും. അതിക്ക് എത്ര വേണമെങ്കിലും ഇടാം. ചില ആൾക്കാർ 500 റുപ്യ ഇടും, എന്നിട്ട് 495 തൈ തിരിച്ചെടുക്കും. ചിലവർ 500 തിരിച്ചെടുക്കും. അതിപ്പോൾ 500. ആദ്യം എനിക്ക് 2000 ഇട്ടിന്ന്. 2000 ഇട്ട് കഴിഞ്ഞാൽ 1990 റുപ്യം തിരിച്ചെടുക്കും. ഇനിയിപ്പോൾ അതിക്ക് ഫോണല്ല ടവർ തന്നെ വന്ന് വീണാലും അതിന് നമുക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കാം. അതിപ്പോ ബക്കറ്റ് പിരിവായാലും ഭണ്ഡാരത്തിൽ കിട്ടതായാലും ഒരു പ്രശ്നമില്ല. നമ്മളും ഹാപ്പി, പടച്ചവനും ഹാപ്പി.